വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ശോഭനയുടെ നൃത്ത പരിപാടിയും അരങ്ങേറും. ഓഗസ്റ്റ് 30-ന് 2000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാവുക. സാന്ത്വന സുജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സാന്ത്വന, തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഓണക്കളമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഓണം വാരാഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുണ്ടൊക്കെയെടുത്ത് ഓണാഘോഷത്തിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോ തലസ്ഥാന നഗരം മുഴുവനായും ഒരു ഓണം വൈബിലേക്ക് കടക്കുകയാണ്. ഓണം വാരാഘോഷത്തിന് തുടക്കമാവുകയാണ്. ചാല മാർക്കറ്റിലാണ് സൗന്ദര്യം ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എങ്ങനെയുണ്ട് തിരക്കൊക്കെ രാവിലെ? ഗുഡ് മോർണിംഗ് മാധു. പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിതാ ഓണം വൈബിലേക്ക് കുറെ ദിവസം മുന്നേ തന്നെ കടന്നു കഴിഞ്ഞു. നമ്മുടെ ഈ തിരുവനന്തപുരം മാധു, നേരത്തെ ഞാൻ അശ്വതിയോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, അശ്വതി തിരുവനന്തപുരക്കാരി ആയതുകൊണ്ട് നമ്മുടെ ഈ ലൈറ്റ് കാണാൻ പോകുന്ന ചടങ്ങിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. കാരണം നമ്മൾ ഒരു ഓണക്കാലമായി കഴിഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ ആകെപ്പാടെ മൊത്തം ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിക്കും. നമ്മൾ അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലൈറ്റ് കാണാൻ പോകാൻ തുടങ്ങും. അവര് ഔദ്യോഗികമായി സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നതിന് മുന്നേ തന്നെ ചിലപ്പോഴൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ തുടക്കം മുതലേ ഇത് കാണാൻ പോകും. അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ വലിയ വൈബിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ പറഞ്ഞതുപോലെ നാളെയാണ്. ഓണം വാരാഘോഷത്തിന്റെ വൈകുന്നേരമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ നടൻ കുഞ്ചാക്കോ ബോബനാണ് മുഖ്യ അതിഥിയായി വരുന്നത്. നടി ശോഭനയുടെ നൃത്ത പരിപാടിയൊക്കെ തന്നെയും ഉണ്ട്. അങ്ങനെ ഔദ്യോഗികമായ ഓണം വാരാഘോഷ പരിപാടി ഒരിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇനി 2 ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഓണത്തിന് മുന്നുള്ള അവസാനത്തെ ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, സാധനമൊക്കെ മേടിച്ചോ? എന്തൊക്കെ മേടിച്ചു? ലോഡിങ്ങിന് വന്നെയാണ്. ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ലോഡിംഗ് ആണ്. എന്താ ഇതിനകത്ത്? കയ്യിലൊരു കറുനാരങ്ങയൊക്കെ ഉണ്ടല്ലോ. ഓണത്തിന് അച്ചാർ. ഓണം കളറാണ്. എവിടെയാ വീട്? താമസം അടുത്ത് തന്നെ. ഓക്കെ. അപ്പൊ ചേട്ടൻ രാവിലെ ലോഡിംഗ് വർക്കിന് വന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം വീട്ടിലോട്ടുള്ള ഒരു കറിനാരങ്ങയൊക്കെ കയ്യിൽ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആളുകളൊക്കെ രാവിലെ തന്നെ ഷോപ്പിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മധുത പച്ചക്കറികളിലേക്കൊക്കെ വരിക നമുക്ക് കാണാം. ഇഞ്ചിയുണ്ട്, പിന്നെ ഇതവിടെ അച്ചാറിടുന്ന കറിനാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ഇപ്പം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ തന്നെ ആളുകൾ വന്ന് സാധനം വാങ്ങി പോകുന്നുണ്ട്. പിന്നെ പൊതുവേ ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കാകുമെന്ന് കരുതി രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് വന്ന് സാധനം വാങ്ങി പോകുന്നവരാണ് അധികം ആളുകളും. ഇനിയിപ്പോൾ തുണിക്കടകളിലേക്കൊക്കെ ഇറങ്ങിയാൽ നമുക്കറിയാം നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും അധികം തിരക്കായിരിക്കും. ഇനിയിപ്പോൾ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഉത്രാടപ്പാച്ചിലൊന്നും ചിലപ്പോൾ സമയമുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന ഒരു ഞായറാഴ്ച ഈ പരിപാടിയൊക്കെ അങ്ങ് തീർത്ത് വെക്കാം എന്ന് കരുതുന്നവരായിരിക്കും കൂടുതൽ ആളുകളും ഉള്ളത്. നമുക്കിനി അങ്ങ് മുന്നിലേക്ക് പോയി ദൃശ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം മാധു. രാവിലെ തന്നെ ചാല മാർക്കറ്റിൽ വലിയ തിരക്കാണ്. സാധാരണ നമ്മൾ ഉത്രാടപ്പാച്ചിലിന് ചാല മാർക്കറ്റിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഇടങ്ങളിലേക്കുമൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സാധാരണ കാണുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ വലിയ തിരക്ക് ആയിട്ടുണ്ട് എന്നുള്ളത്. ചേട്ടാ, ഓണമൊക്കെ എത്തിയോ? ഓണത്തില്ലേ? അപ്പുറത്തെ കടയിലാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. കടയിലൊക്കെ സാധനം വാങ്ങാൻ രാവിലെ തന്നെ വരുന്നുണ്ടെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആൾക്കാർ കൂടുതലില്ല. ഓണത്തിന് മുന്നേ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കുറച്ചധികം തിരക്കുണ്ടാവും. അധികം തിരക്കുണ്ടാവും. നമ്മളിവിടെ പച്ചക്കറി മാത്രമാണോ? പച്ചക്കറി മാത്രമാണ്. തമിഴ്നാട്ടിൽ നിന്നാണോ നമ്മൾ വരുന്നത്? കേരളത്തിൽ നിന്നുള്ള? തമിഴ്നാട്ടിൽ തന്നെ. ലോഡൊക്കെ എപ്പോഴാണ് വരുന്നത്? ഇവിടെ ലോറിയൊക്കെ കിടക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. കഴിഞ്ഞു. ലോഡും സാധനവും ഒക്കെ വന്നു കഴിഞ്ഞു എന്നാണ് മാധു അവര് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാം എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച. പച്ചക്കറിക്ക് എത്രയായിട്ടാ വില? പച്ചക്കറി എല്ലാം വില കുറവാണ് സൗകര്യം. രാവിലെ തന്നെ പറഞ്ഞ ആളുകളൊക്കെ വന്ന് എല്ലാം വില കുറവാണ്. സാധനങ്ങളൊന്നും വില കൊള്ളൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ച അവധിയായതുകൊണ്ട് ആ ഒരു ലോഡ് കുറവായിരിക്കും പറഞ്ഞത്. അപ്പൊ ലോഡ് കുറവാകുമ്പോ സാധനം ഇവിടെ അവിയല് സാമ്പാറൊക്കെ വെക്കാനുള്ള എല്ലാ സാധനം ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാ ഐറ്റം കിട്ടും. പിന്നെ തോരനൊക്കെ വേണമെങ്കിൽ വെക്കാം അല്ലേ? ക്യാബേജ് ഒക്കെ ഉണ്ടല്ലേ? ക്യാബേജ് ഉണ്ട്. എല്ലാ ഐറ്റം. മാങ്ങയുണ്ട്, മാങ്ങ എല്ലാം സെറ്റാണ്. അപ്പൊ വീട്ടിലെ ഓണാഘോഷം എങ്ങനെയാണ്? വീട്ടില് ഓണം എന്ത് പറയാ ഓണം എങ്ങനെയാണ്? ഓണം സദ്യ നമ്മളെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കണം. സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വയ്ക്കണം. പച്ച തന്നെ കഴിക്കണം. അല്ല ഓർഡർ കൊടുത്ത് വിളിച്ച് വരുത്തിയിട്ടൊന്നും ഒരു കാര്യം വീട്ടിലുണ്ടാക്കി. ഓക്കെ സാന്ദ്ര, അപ്പൊ എല്ലാ പച്ചക്കറിയുടെയും വില ചോദിച്ചിട്ട് എല്ലാ വീട്ടിലും വാങ്ങി പൊക്കോളൂ കേട്ടോ. ഓണമൊക്കെ അല്ലേ, ഒരു അവിയലൊക്കെ വെച്ച് കഴിച്ച് അടിപൊളിയായിട്ടിരിക്കാം. അപ്പോ ചാല മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വ്യാപാര മേഖലയാണ്. അവിടെയാണ് ഈ പറയുന്ന ഹോൾസെയിൽ പച്ചക്കറികൾ. സാധാരണ ഒരു ദിവസം തന്നെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഓണക്കാലമായ വലിയ തിരക്കായിരിക്കും. ഇതിപ്പോ ഇത്രയും രാവിലെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഓണാഘോഷ പരിപാടികൾക്ക് തലസ്ഥാനത്ത് തുടക്കമാകാൻ പോവുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനം നാളെ. ഓണാഘോഷങ്ങൾ സംസ്ഥാനത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. കരമന പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ ദൃശ്യങ്ങളിലേക്ക് പോകാം.
പ്രമോദ് SS എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചെറിയ കലാപ്രകടനം ഒന്ന് കണ്ടു.